മഹാരാഷ്ട്ര ചോപ്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശം. വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവിടെ വസിച്ചു വന്നിരുന്നത്. വലിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ആധുനിക ടെക്നോളജി കൊണ്ടൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു വീട്ടിൽ ഒരു ശൗചാലയം പോലും ഇല്ലായിരുന്നു. ഒരു വനപ്രദേശത്താണ് ഈ ഗ്രാമം നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ മലമൂത്ര വിസർജനത്തിനായിട്ട് അവരെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ആ വനത്തിനെയായിരുന്നു. വളരെ സാധാരണക്കാര്, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പിന്നിലായിട്ടാണ് ആ ഗ്രാമം നിൽക്കുന്നത്. ടെക്നോളജിയിലാണെങ്കിൽ പുരോഗതിയിലാണെങ്കിലും എത്രത്തോളം പിന്നിലായിട്ടാണ് ആ ഗ്രാമം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗ്രാമത്തിൽ നിന്നുമാണ് കരിമ്പ് തോട്ടത്തിലേക്കും മറ്റു ഫാക്ടറികളിലേക്കും തൊഴിലാളികളെ കോൺട്രാക്ടർമാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കൊച്ചു കുട്ടികൾ പോലും ഇവിടുന്ന് ജോലിക്കായിട്ടും മറ്റും പോകുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും തീരെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിച്ചു വന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു ചോപ്ര എന്ന് പറയുന്ന ഗ്രാമം. അവിടുത്തെ ഒരു കുടുംബമാണ് ഡഗരു പാട്ടിലും ഭാര്യ ഗീതയും. ഡഗരു പാട്ടിലും ഇതുപോലുള്ള തൊഴിലുകളാണ്, മിക്ക ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള ജോലികളാണ് ഡഗരു പാട്ടിൽ ചെയ്യുന്നത്. ഒരു കൂലിത്തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം. ഗീത എന്ന് പറയുന്നത് ഒരു ഹൗസ് വൈഫാണ്. ഇവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. മൂത്തത് ആൺകുട്ടിയാണ്, മങ്കേഷ് എന്നാണ് മൂത്ത കുട്ടിയുടെ പേര്. 12 വയസ്സാണ്, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ തന്നെ ഇളയത് ഒരു പെൺകുട്ടിയാണ്, ദേവി എന്നാണ് പേര്. 7 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവര് ദിവസത്തെയും പോലെ തന്നെ സ്കൂളിൽ പോവുക, വീട്ടിൽ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ ജീവിതത്തിലുള്ളത്. ഗീത എന്ന് വെച്ചാല് കുട്ടികളുടെയും ഭർത്താവിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയാണ്. പ്രത്യേകിച്ച് പുറത്തോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങൾ വരിക, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കാര്യം നോക്കിയിരിക്കുക. അങ്ങനത്തെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു ഗീത എന്ന് പറയുന്നത്. തന്റെ കുടുംബവും തന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ മാത്രം നോക്കി കഴിയുന്ന ഒരു സാധാരണ വീട്ടമ്മ. ഡഗര് മിക്ക ദിവസം വീട്ടിന് വെളിയിലായതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഗീതയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നൊരു ശനിയാഴ്ചയായിരുന്നു, ഫെബ്രുവരി മാസം 2-ാം തീയതി 2019. അപ്പൊ അതുപോലെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി. അന്നേ ദിവസം കുട്ടികൾക്ക് ഉച്ച വരെ ഉള്ളു സ്കൂളിൽ. സാധാരണ ഫുഡൊക്കെ കഴിച്ചിട്ട് 2:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്താറുള്ളത്. ഡഗരു അന്നത്തെ ദിവസം ഭാര്യയോട് പറയുകയാണ്, എനിക്ക് ദൂരെ ഒരു സ്ഥലത്താണ് ജോലി കിട്ടിയിരിക്കുന്നത്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. അപ്പോ നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡഗരു ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. കുട്ടികൾ സ്കൂളിലേക്കും പോയി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മൂത്ത കുട്ടിയായിട്ടുള്ള മങ്കേഷ് പറയുകയാണ് അനിയത്തിയോട്, എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകണം, ശനിയാഴ്ചയില്ലേ, ഗ്രൗണ്ടിൽ എല്ലാവരും കളിക്കാനായിട്ട് കാണും. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സ്കൂളിൽ നിന്ന് ഫുഡ് മേടിച്ചതിന് ശേഷം, ചോറും കറികളൊക്കെ മേടിച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. അതാവുമ്പോഴത്തെ എനിക്ക് കളിക്കാനും പോകാൻ പറ്റും, നമുക്ക് നേരത്തെ വീട്ടിലേക്ക് പോവാന്ന് മങ്കേഷ് തന്റെ അനിയത്തിയായ ദേവിയോട് പറയുകയാണ്. അങ്ങനെ ദേവി അതനുസരിച്ച് രണ്ടുപേരും കൂടെ ഫുഡൊക്കെ മേടിച്ച് സന്തോഷത്തോടെ വരുന്ന സമയത്ത് ദേവിയുടെ കുറച്ച് കൂട്ടുകാരികൾ വഴിയിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ദേവി ഒരു കാര്യം ചെയ്തു, ദേവിയുടെ ബാഗ് മങ്കേഷിന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടൻ ഞാൻ ഇവിടെ ഇരുന്ന് കുട്ടികളായിട്ട് എൻ്റെ കൂട്ടുകാരായിട്ട് കളിക്കാൻ പോവുകയാണ്, ചേട്ടൻ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് മങ്കേഷിന്റെ ബാഗ് കൊടുക്കുകയാണ്. അങ്ങനെ മങ്കേഷ് നേരെ വീട്ടിലേക്ക് പോയി, ദേവി അവിടെ നിന്ന് കളിക്കുകയൊക്കെയാണ് കൂട്ടുകാരികളുടെ കൂടെ. അങ്ങനെ മങ്കേഷ് വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മങ്കേഷിന്റെ അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് മങ്കേഷിനെ അവിടെ എല്ലാം തിരയുകയാണ്, കാരണം മങ്കേഷിനെ കാണാനില്ല. തന്റെ ഇളയ കുട്ടിയായിട്ടുള്ള ദേവിയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എവിടേക്കാ പോയെന്ന് ചോദിക്കുമ്പോൾ ഇളയ കുട്ടി പറയുന്നുണ്ട്, ചേട്ടൻ ഗ്രൗണ്ടിലേക്ക് ചിലപ്പോൾ കളിക്കാൻ പോയി കാണും, അതല്ലെങ്കിൽ ചേട്ടനാണെങ്കിൽ ചിലപ്പോൾ വനത്തിലേക്ക് പോയി കാണും, ചേട്ടനാണെങ്കിൽ വെളിക്കിറങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അപ്പൊ ചിലപ്പോൾ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വനത്തിലേക്ക് പോയി കാണും എന്ന് പറയുകയാണ്. അപ്പം ഗീതയും കുറച്ചൊന്ന് ആശ്വസിക്കുകയാണ്, ആ മോൻ ചിലപ്പം ഒന്നെങ്കിൽ വനത്തിലേക്കായിരിക്കും പോയത്, അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയി കാണും, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു 4 മണി വരെ ഗീത വെയിറ്റ് ചെയ്യാണ്. 4 മണിയായിട്ടും കാണാതായപ്പം ഗീത ഒരു കാര്യം ചെയ്തു, ആദ്യമേ വനത്തിലേക്ക് പോയി. വനത്തിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനൊന്നുമില്ല. കുറേയൊക്കെ അന്വേഷിച്ചു, അയൽപ്പക്കങ്ങളുള്ള വീട്ടിലെല്ലാം ഗീത പോയി അന്വേഷിച്ചു, എവിടെയും മങ്കേഷിനെ കാണാനില്ല. അങ്ങനെ പിന്നെ ചിലപ്പം ഗീത വിചാരിച്ചു അവിടെ നിന്നും ഗ്രൗണ്ടിലേക്ക് പോകാം, ഗ്രൗണ്ടിൽ ചിലപ്പോൾ കൂട്ടുകാർക്കൊപ്പം നിന്ന് കളിക്കുന്നുണ്ടെങ്കിലോ, ഗ്രൗണ്ടിൽ പോയി ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഗീത ഒരു കാര്യം ചെയ്യണം, നേരെ ഗ്രൗണ്ടിലേക്ക് പോവാണ്. ഗ്രൗണ്ടിൽ പോയി ഗ്രൗണ്ടിൽ എല്ലാവരോടും ചോദിക്കുകയാണ്, മങ്കേഷ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, മങ്കേഷിനെ കുറച്ചു നേരമായിട്ട് കാണാനില്ല.
അതുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു തിരക്കിയാണ്. അപ്പൊ എല്ലാവരും പറയാണ്, ഇല്ല മങ്കേഷ് ഇന്നത്തെ ദിവസം ഇവിടേക്ക് വന്നിട്ടില്ല, ഞങ്ങളിവിടെ കളിക്കാനൊന്നും ഇല്ലായിരുന്നു, എന്ത് പറ്റി മങ്കേഷിനെ കാണുന്നില്ല, ചിലപ്പോൾ വീട്ടിനടുത്ത് എവിടെയെങ്കിലും കാണും, ഇന്ന് എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നെല്ലാരും കൂടെ ഒന്നിച്ച് പറയുകയാണ്. ഗീത ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തെ ആകെ പരിഭ്രമിക്കുകയാണ്. കാരണം വനത്തിലേക്ക് പോയ സമയത്ത് വനത്തിൽ എല്ലായിടത്തും നോക്കിയിട്ടൊന്നും അവിടെ ആണെങ്കിൽ മങ്കേഷ് ചെന്നതിൻ്റെ ആയിട്ടുള്ള ഒരു തെളിവും ഗീതയ്ക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ പോയി നോക്കിയപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് പറയുന്നത്, വീട്ടിന് പരിസരത്തുള്ള അത്യാവശ്യം എല്ലാ വീടുകളിലും ഗീത നോക്കിക്കഴിഞ്ഞു, അവിടെ എങ്ങും മങ്കേഷിനെ കാണാനില്ല. ഗീതയ്ക്ക് ആകെ പരിഭ്രാന്തിയാവുകയാണ്. നല്ലതുപോലെ ഗീത പേടിക്കുകയാണ്. വേഗം തന്നെ ഗീത ഒരു കാര്യം ചെയ്യണം, തന്റെ ഭർത്താവിനെ ഫോൺ വിളിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ആണെങ്കിൽ സഹോദരി പുത്രന്റെ അടുത്തൊക്കെ ഗീത ഫോൺ വിളിച്ച് പറയാണ്, ഇതുപോലെ മങ്കേഷിനെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കണം എന്ന് പറയണം. അങ്ങനെ ആ പരിസരത്തുള്ള അയൽക്കാരും മങ്കേഷിന്റെ സഹോദരി പുത്രനും അതുപോലെ തന്നെ മങ്കേഷും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് എല്ലാവരും കൂടെ ചേർന്ന് അന്വേഷിക്കുകയാണ്. മങ്കേഷ് കുറച്ച് ടൈം എടുത്തിട്ടാണ് വന്നത്. അതിനു മുൻപേ തന്നെ മങ്കേഷിന്റെ സഹോദരി പുത്രൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെ ഭാഗത്തുള്ള അയൽക്കാരും എല്ലാവരും കൂടെ ചേർന്ന് മങ്കേഷിനെ തിരയുകയാണ്. പക്ഷെ എല്ലാവരും എവിടെല്ലാം നോക്കിയിട്ടും എങ്ങും കുട്ടിയെ കാണാനില്ലായിരുന്നു. ഡഗരു വീട്ടിലേക്ക് വന്നതിന് ശേഷം അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഡഗുരുവിനോട് പറയുകയാണ്, മങ്കേഷിനെ കാണാനില്ല, എവിടെ പോയെന്നറിയില്ല, എനിക്കെന്റെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരയുകയാണ് ഡഗരുവിന്റെ മുൻപിൽ. അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ്. ഡഗരും കുറച്ച് പരിചയക്കാരും കൂടെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതുപോലെ തന്റെ പുത്രനായിട്ടുള്ള മങ്കേഷിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ ആ കേസിന് ആസ്പദമായിട്ട് പോലീസുകാർ വരികയാണ്, അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ട് എവിടെയും മങ്കേഷിനെ കാണാനായിട്ട് സാധിച്ചില്ല. എല്ലായിടവും തെരഞ്ഞു, ഒരു തെളിവ് പോലും പോലീസുകാർ കിട്ടില്ല. കേസ് എങ്ങും എത്താതെ വഴിമുട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ കുറച്ചു മുമ്പ്, ഒരു തരത്തിലുള്ള പുരോഗതിയും ഇല്ലാത്തൊരു ഗ്രാമമാണ് ഈ ചൊപ്ര എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിന് കുറച്ച് മാറിയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മെഡിക്കൽ ഷോപ്പിൽ ഒരു CCTV ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്യാണ്, ആ CCTV പോയി പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ, ഒരു പ്രായം ചെന്നൊരു വ്യക്തി, ഒരു ഭിക്ഷക്കാരനാണ്. തോളിൽ ഒരു വലിയ ഭണ്ഡാരം പോലത്തെ ഒരു സഞ്ചി കിടപ്പുണ്ട്. സഞ്ചി എന്ന് പറയുന്നത് ഒരു വലിയ ചാക്ക്. ഒരു കുട്ടിയെ എങ്ങനെ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചാലിരിക്കും അതുപോലെ ഇരിക്കുകയാണ് ആ സഞ്ചി കണ്ടിട്ട്. പോലീസുകാർക്ക് ഒരു സംശയം തട്ടിയാണ്. ഉടൻ തന്നെ പോലീസുകാർ ആ വ്യക്തിയുടെ രേഖാചിത്രം വരയ്ക്കുകയാണ്, എല്ലായിടത്തും ഫോട്ടോ പതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫോട്ടോ കണ്ടിട്ട് ആൾക്കാർ ബന്ധപ്പെടുകയാണ്. അങ്ങനെ ആ വൃദ്ധനായ ഭിക്ഷക്കാരനെ കിട്ടുകയാണ്. ആ വൃദ്ധനായ ഭിക്ഷക്കാരനോട് പോലീസുകാർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുപോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് മനസ്സിലായി ഈ വൃദ്ധൻ കുറച്ച് മാനസിക രോഗം ബാധിതയാണ്. അതുപോലെ തന്നെ ആ വൃദ്ധന്റെ സഞ്ചിയിലിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് പഴയ തുണികളും കുറച്ച് വേസ്റ്റ് സാധനങ്ങളും മാത്രമേ ഉള്ളൂ എന്നുള്ളത് പോലീസുകാരും കണ്ടെത്തുകയാണ്. അതോടുകൂടി ആ വൃദ്ധൻ ആ കേസിൽ നിന്ന് ഒഴിവാവുകയാണ്. വീണ്ടും കേസ് വഴിമുട്ടി നിന്നു. ഇനി എങ്ങോട്ട് പോകണമെന്ന് പോലീസുകാർക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വനത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. മങ്കേഷ് ആണെങ്കിൽ വനത്തിലേക്ക് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം അവർക്ക് ശൗചാലയം കാര്യങ്ങളൊന്നുമില്ല, ടോയ്ലറ്റൊന്നും ഒരു വീട്ടിലും ഇല്ല, എല്ലാവരും വനത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഇനി വനത്തിൽ നിന്ന് വന്ന എന്തെങ്കിലും ജീവികൾ മങ്കേഷിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ട് അവർ വനം പരിശോധിക്കാണ്. അങ്ങനെ വനം പരിശോധിച്ച് കുറച്ച് ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് പോലീസ് നായ എന്തോ കണ്ട് കുരയ്ക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ചാക്ക് നിറച്ചും ബ്ലഡ്, ആ ബ്ലഡിൽ എന്തോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ചാക്കിനകത്ത് എന്തോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ ആ ചാക്ക് തുറന്നു നോക്കുന്ന സമയത്ത് പോലീസുകാർ കാണുന്ന വെച്ചാൽ ഒരു കൊച്ചു കുട്ടിയുടെ കാൽപാദമാണ് കാണുന്നത്, ഒരു കൊച്ചുകുട്ടിയുടെ കാൽപാദം. അങ്ങനെ ഫോറൻസിക് ടീം വരുവാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, ഇത് മൃഗങ്ങൾ കടിച്ചതല്ല, ഇത് മൃഗങ്ങൾ കടിച്ചാണെങ്കിൽ ആ കടിച്ചെടുത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമുക്ക് കാലിൽ കാണാൻ സാധിക്കുക. എന്നാൽ ഇത് എന്തോ ഒരു മൂർച്ചയുള്ള ആയുധം വെച്ച് വെട്ടി മാറ്റിയിരിക്കുകയാണ്. അതായത് മങ്കേഷിൻ്റെത് ഒരു അപകട മരണമല്ല, അല്ലെങ്കിൽ ഒരു മൃഗം അറ്റാക്ക് ചെയ്ത് മരണപ്പെട്ടിരിക്കുന്നതല്ല, മങ്കേഷിനെ ആരെ കൊന്ന് കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് എന്നത് പറയുകയാണ്. അപ്പൊ മങ്കേഷിന്റെ ആകെ കിട്ടിയിട്ടുള്ളത് കാല് മാത്രമാണ്, മറ്റു ശരീരഭാഗങ്ങളൊന്നും തന്നെ മങ്കേഷിൻ്റെതായിട്ട് കിട്ടിയിട്ടില്ല. ഇതറിഞ്ഞപ്പോഴത്തേക്ക് ഗീത തളർന്നു വീഴുകയാണ്. നേരത്തെ തന്നെ മങ്കേഷിനെ കാണാതിരുന്നത് കൊണ്ടും ദിവസങ്ങളേറെ ആയതുകൊണ്ടും ഗീത ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ തലയിറങ്ങിയൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ കാലും കൂടെ കിട്ടുന്നത്. ഇതും കൂടി ആയപ്പോഴത്തേക്ക് ഗീത തളർന്നു പോവുകയാണ്. അങ്ങനെ എന്തായാലും ഇത് മങ്കേഷിന്റെ കാലാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കണമല്ലോ. ഇവരുടെ അടുത്ത് മങ്കേഷിന്റെ മാതാപിതാക്കളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. കാരണം അവർ ഓൾറെഡി ഈ കുട്ടിയുടെ ഒരു കാല് കിട്ടിയപ്പോഴും കുഞ്ഞിന്റെ ആണെങ്കിൽ കാണാതില്ല എന്നുള്ള ആ സാഹചര്യമൊക്കെ ഇവരെയാണെങ്കിൽ ഒരുപാടധികം തളർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്യേണ്ട എന്നുള്ളൊരു നിലയിലേക്ക് എത്തുകയാണ്. മറിച്ച് ഇവര് DNA പരിശോധന നടത്തുകയാണ്. DNA പരിശോധന പോസിറ്റീവ് ആവുകയാണ്, ആ കാല് മങ്കേഷിന്റെ തന്നെയാണ്. ഇതറിഞ്ഞപ്പോഴത്തേക്ക് മങ്കേഷിന്റെ കുടുംബം ആകെ തളർന്നു പോവുകയാണ്. കാരണം
തൻ്റെ മകന്റെ കാലാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഏതൊരു മാതാപിതാക്കളെയും പോലെ അവരും തളർന്നു വീഴുകയാണ്. ഡഗരുവിന് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഡഗരു എത്തുകയാണ്. അങ്ങനെ എന്തായാലും കാല് കിട്ടി. അപ്പൊ ബാക്കിയുള്ള ശരീരഭാഗങ്ങളും ചിലപ്പം അവിടെ തന്നെ എവിടെയെങ്കിലും കാണും. പോലീസുകാർ വീണ്ടും ആ കാട് പരിശോധിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ കാല് കിട്ടിയ ഭാഗത്ത് നിന്നും പോലീസ് നായ ഓടിയെത്തുന്നത് ഡഗറുവിന്റെ വീട്ടിലേക്കാണ്. മങ്കേഷിന്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ പോലീസുകാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മങ്കേഷ് വീട്ടിൽ നിന്നുമാണല്ലോ വനത്തിലേക്ക് പോയേക്കുന്നത്. അപ്പം വനത്തിലേക്ക് പോകുന്ന മധ്യേ ആരെങ്കിലും കൊന്നതായിരിക്കാം. അതുകൊണ്ടാണ് ആ മണം പിടിച്ച് അവിടെ നിന്ന് കാട്ടിൽ നിന്ന് നായ ഈ വീട്ടിലേക്ക് തന്നെ വന്നത് എന്ന് പോലീസുകാർ അനുമാനിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലുള്ള ആരെയും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. മാത്രവുമല്ല, അന്ന് ഒരു അമാവാസി ദിവസമായിരുന്നു. അതായത് മങ്കേഷിനെ കാണാതാകുന്ന ഫെബ്രുവരി 2 എന്ന് പറയുന്നത് ഒരു അമാവാസി ദിവസമായിരുന്നു. ഈ അമാവാസി ദിവസം ഈ ഗ്രാമത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറെ തന്ത്രങ്ങളും മന്ത്രങ്ങളൊക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദുർമന്ത്രവാദവും കാര്യങ്ങളൊക്കെ നടത്തുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവരെ പിടിച്ച് ആദ്യം ചോദ്യം ചെയ്യാണ്. കാരണം ഇവർ ഈ ബലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്ന ആൾക്കാരാണ്. ദൈവികമായിട്ടുള്ള അല്ലാതെ കുറച്ച് ആഭിചാരികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, കുറച്ച് പഠിപ്പിലും അതുപോലെ തന്നെ പുരോഗതിയിലും ഒക്കെ പിന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ചൊപ്ര എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും അവിടെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കുറവും മറ്റു കാര്യം, അമിതമായിട്ടുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ ആ ഗ്രാമത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു സംശയം വന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിയെ ആരെങ്കിലും ഇനി ആഭിചാര കർമ്മത്തിന് വേണ്ടിയിട്ട്, ദുർമന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ബലി കൊടുത്തയാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പോലീസുകാർക്ക് ഉണ്ടാവുകയാണ്. പോലീസുകാർ അങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കുകയാണ്. എന്നാൽ ആരെയൊക്കെ ചോദ്യം ചെയ്തിട്ടും ഒന്നും തന്നെ അറിയാൻ സാധിച്ചില്ല. പോലീസുകാർ വീണ്ടും വഴിമുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നത്. കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ കുറച്ച് ടീമുകൾ, കുറച്ച് ഗ്രൂപ്പുകൾ ഒരു കാഴ്ച കണ്ടു. അതിൽ ചാക്കിൽ പൊതിഞ്ഞ ഒരു കുട്ടിയുടെ ശരീരഭാവവും കുറച്ച് കൈയും കാലും ചാക്കിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് പോലീസുകാരെ ആ നാട്ടുകാർ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസുകാർ വന്ന് പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഇത് കാണാതായ മങ്കേഷിന്റെ തന്നെയാണ്. എന്നാൽ തലയില്ലായിരുന്നു, ഉടലും കാലും കൈയും മാത്രമേ ഉള്ളായിരുന്നു. ഒരു കാലം ഓൾറെഡി നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ബാക്കി ഒരു കാലും കൈകളും ഉടലും മാത്രമേ ഉള്ളൂ, തല കാണാനില്ല. അങ്ങനെ പോലീസുകാർ ഇവിടെ നിന്നും വീണ്ടും പോലീസ് നായ വിടുകയാണ്. അന്നൊരു പോലീസ് നായ ചെല്ലുന്നത് മങ്കേഷിന്റെ വീട്ടിൽ തന്നെയാണ്. കേസ് എവിടെ എത്തുന്നില്ല. മങ്കേഷിനെ ആര് കൊന്നു, എന്തിനു കൊന്നു? ഇത്രയും ചെറിയൊരു കുട്ടിയെ, വെറും 12 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് ആരായിരിക്കാം കൊന്നിരിക്കുന്നത്? എന്തിനായിരിക്കാം കൊന്നിരിക്കുന്നത്? ഇത്രയും ക്രൂരമായി കൊന്നതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? പോലീസുകാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ പോലീസുകാരുടെ മേൽ ഒരുപാടധികം പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് വലിയ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഒരു കേസായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാരുടെ ഒരു ടീം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അതിൽ ഹയർ ഓഫീസർമാരും ഉണ്ട്, താഴെ ജോലി ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അങ്ങനെ ഭയങ്കര വലിയൊരു ടീം തന്നെ അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് ഈ കേസിന് ആസ്പദമായിട്ട് തന്നെ. അങ്ങനെ അന്ന് അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് പോലീസുകാർ ഒരു കാര്യം പറയുന്നത്. ആകെ ഈ പോലീസ് നായ ചെല്ലുന്നത് ഈ വീട്ടിലേക്ക് മാത്രമാണ്. ഇതിനിടയ്ക്ക് വെച്ച് വേറെ എവിടെയും ഈ പോലീസ് നായ മാറി പോകുന്നില്ല. ഒരു ഡൈവർട്ടിലോട്ട് ആ നായ പോകുന്നില്ല. നേരെ കാട്ടിൽ നിന്ന് നേരെ ഓടി വരുന്നത് ഈ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ളവരെ ഒന്ന് ചോദ്യം ചെയ്യാം എന്നുള്ള നിലയിലേക്ക് പോലീസുകാർ എത്തിയാണ്. എന്നാൽ ഗീതയുടെയും ഡഗരുവിന്റെയും സിറ്റുവേഷൻ വെച്ചിട്ട് പോലീസുകാർക്ക് പോയി നേരിട്ട് ചോദ്യം ചെയ്യാനും കഴിയില്ല. കാരണം ആ കുട്ടിയുടെ മരണം അറിഞ്ഞതു തൊട്ട് ഗീതയാണെങ്കിലും ഡഗരു ആണെങ്കിലും വല്ലാതൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നേരിട്ട് പോയി ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പോലീസുകാർക്ക് ഒരു മനസ്സ് വന്നില്ല. പകരം അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയലത്തുള്ള വീടുകളിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, അവിടെ നിന്ന് ആരെങ്കിലും പോകുന്നതായിട്ട് കണ്ടിട്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഗ്രാമത്തിലുള്ള സകല ആൾക്കാരെയും വിളിച്ച് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഫെബ്രുവരി മാസം 2-ാം തീയതി ഡഗരുവിന്റെ സഹോദരി പുത്രനായിട്ടുള്ള സമതൻ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമതന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമുള്ള സ്വഭാവം ഒന്നും സമതനെ കുറിച്ച് അറിയാൻ സാധിച്ചില്ല. അങ്ങനെ സമതന്റെ വീട്ടിലേക്ക് പോവുകയാണ്, സമതനെ ചോദ്യം ചെയ്യുകയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി സമതൻ എവിടെ ആയിരുന്നു, എന്തിനാണ് പോയത്, എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ സമതനോട് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സമതൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറയുകയാണ്, ഞാൻ എവിടെയും പോയിട്ടില്ല. ഫെബ്രുവരി മാസം 2-ാം തീയതി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ എവിടേക്കും പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സമതൻ പോലീസുകാരോട് പറയാണ്. സമതന്റെ കണ്ണിൽ ഓവറായിട്ടുള്ള കോൺഫിഡൻസ് കണ്ടപ്പോഴത്തെ പോലീസുകാർക്ക് എന്തോ വല്ലാത്തൊരു സംശയം കാര്യങ്ങൾ തോന്നുകയാണ്. കാരണം ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഒരാൾക്കും അങ്ങനെ പോലീസുകാർ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സമതനെ കുറിച്ചുള്ള സംശയങ്ങൾ പോലീസുകാരുടെ മനസ്സിലേക്ക് വരികയാണ്. പോലീസുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സമതനെയും സമതന്റെ വീട്ടുകാരും രണ്ടായിട്ട് നിർത്തിയതിനു ശേഷം സമതന്റെ വീട്ടുകാരുടെ അടുത്തും അതുപോലെ തന്നെ സമതനോടും ഒരേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന
ചോദിക്കുന്ന സമയത്താണ് സമതൻ പറയുന്നതും വീട്ടുകാർ പറയുന്നതിലും വൈരുദ്ധ്യം പോലീസുകാർ മനസ്സിലാക്കി എന്തെന്ന് വെച്ചാൽ ഫെബ്രുവരി മാസം 2-ാം തീയതി ഉച്ച വരെ സമതൻ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം സമതൻ എവിടെ പോയി എന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് സമതനോട് ചോദിക്കുകയാണ്, നീ എവിടാണ് പോയത് എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന സമയത്ത് സമതൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ സമതനോട് ഡയറക്റ്റ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് മങ്കേഷിനെ കൊന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സമതൻ പറയാണ്, മങ്കേഷ് എനിക്ക് മകനെ പോലെയാണ്, ഞാൻ ഒരിക്കലും മങ്കേഷിനെ കൊല്ലുകയില്ല. എൻ്റെ അമ്മയുടെ സഹോദരന്റെ മകനാണ് എങ്കിൽ പോലും അവൻ എനിക്ക് സഹോദരനാണ്, മകനാണ്, ഞാൻ ഒരിക്കലും അവനെ കൊല്ലുകയില്ല എന്നുള്ള കാര്യം സമതനാണെങ്കിൽ പോലീസുകാരോട് പറയുകയാണ്. അപ്പൊ പോലീസുകാർ എന്തെല്ലാം ചോദിച്ചിട്ടും സമതൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സമതന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാനം സമതൻ പറയുകയാണ്, മങ്കേഷ് മരണപ്പെട്ടു, മങ്കേഷിനെ കൊല്ലുകയാണ് ഉണ്ടായത്, എന്നാൽ അതൊരിക്കലും താനല്ല കൊന്നത് എന്നുള്ളൊരു കാര്യം പറയാണ്. അപ്പൊ പോലീസുകാർ ചോദിക്കുകയാണ്, പിന്നെ ആരാണ് കൊന്നത്? അത് കൊന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള രാജേന്ദ്ര പാട്ടിയും മങ്കേഷിന്റെ അമ്മയായിട്ടുള്ള ഗീതയുമാണ് മങ്കേഷിനെ കൊന്നത് എന്ന് പറയുകയാണ്. പോലീസുകാർ ഞെട്ടിപ്പോയി. ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാതെ ബോധക്ഷയം വന്ന് കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിൽ മാറി മാറി ഗീതയെ കൊണ്ടുപോയി കാണിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് ഗീത പോയിരുന്നു. അപ്പം ഇത്രയും വയ്യായിക കാണിച്ച ഒരു സ്ത്രീയാണോ തൻ്റെ മകനെ കൊന്നിട്ട് ഇത്രയും അഭിനയം നടത്തിയതെന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ്. അപ്പൊ പോലീസുകാർ സമതനോട് തന്നെ ചോദിക്കുകയാണ്, എന്ത് കാരണത്താലാണ് ഗീതയും ഈ രാജേന്ദ്ര പാട്ടി എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ചേർന്ന് മങ്കേഷിനെ കൊന്നത്, അതിനുള്ള റീസൺ എന്താണ് എന്ന് തിരക്കുകയാണ്. അപ്പോഴാണ് ഒരിക്കലും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അല്ലെ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ പുറത്തു വന്നത്. ഡഗരുവിന്റെ സഹോദരി പുത്രനാണ് ഈ സമതൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഗീതയുമായിട്ട് സമതന് അങ്ങനൊരു ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ കണ്ണിൽ സഹോദരങ്ങളാണ്, എന്നാൽ ഇവർക്കിടയിൽ അതിനേക്കാളും മേലെ ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ സമതൻ ഇടയ്ക്കിടയ്ക്ക് ഡഗരുവിന്റെ വീട്ടിലേക്ക് വരും. കൂടുതലും വരുന്നത് ഡഗരു ഇല്ലാത്ത സമയത്താണ്. ഇങ്ങനെ വരുന്നതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, ഈ സമതന് ഡഗരുവിന്റെ ഭാര്യയായിട്ടുള്ള ഗീതയോട്, അതായത് സമതന്റെ സഹോദരിയായിട്ട് വരുന്ന ഈ ഗീതയോട് സമതന് ഒരു ചെറിയ അട്രാക്ഷൻ തോന്നുകയാണ്. അട്രാക്ഷൻ ഒരു പ്രണയമോ മറ്റോ ഒന്നുമല്ല, ഒരു ഫിസിക്കൽ അഫെയറിനുള്ള ഒരു അട്രാക്ഷനാണ് സമതന് തോന്നിക്കൊണ്ടിരുന്നത്. ഗീതയുമായി ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളൊരു ആസക്തി സമതനുള്ളിലേക്ക് വരികയാണ്. അങ്ങനെ സമതൻ ഇത് സ്ഥിരമായി വരികയും ഗീതനെ കാണുകയും ഗീതയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഗീതയ്ക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു, സമതൻ ഇങ്ങനൊരു ആഗ്രഹത്തോടെയാണ് തന്നെ സമീപിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ഗീതയാണെങ്കിൽ അവിടെ സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യാതെ സമതന് പ്രോത്സാഹനം കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഡഗരു ഇല്ലാത്തൊരു സമയത്ത് സമതൻ വീട്ടിലേക്ക് വരികയാണ്. ഗീതയോട് തന്റെ ആവശ്യം പറയാണ്. ഗീത മറുത്തൊന്നും പറയാതെ അത് സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ ഗീതയും സമതനും തമ്മിൽ ഒരു ലൈംഗിക ബന്ധം അവിടെ ഉണ്ടാവുകയാണ്. അതുവഴി ഒരു അവിഹിതം അവിടെ ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് സമതന്റെ ഒരു സുഹൃത്തായ രാജേന്ദ്ര പാട്ടിയോട് തൻ്റെ ഈ അനുഭവത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ രാജേന്ദ്ര പാട്ടി പറയാണ്, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോകാൻ അവളുടെ അടുത്തേക്ക്, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ ഈ രാജേന്ദ്ര പാട്ടിയും കൊണ്ട് സമതൻ ഗീതയുടെ അടുത്തേക്ക് വരികയാണ്. ഗീതയുടെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതെന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം രാജേന്ദ്ര പാട്ടിയുടെ ആഗ്രഹം, അതിലെ ആവശ്യം എന്താണെന്നുള്ളത് ഗീതയോട് പറയുകയാണ്. ഗീത അതിനും സമ്മതിക്കുകയാണ്. രാജേന്ദ്ര പാട്ടിയായിട്ടും സമ്മതിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല ഗീതയ്ക്ക്. അങ്ങനെ ഈ കാര്യം ഒരു 4 മാസത്തോളം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശനിയാഴ്ച ദിവസം, അമാവാസിയുടെ അന്ന് ഫെബ്രുവരി 2-ാം തീയതി, ആരും വീട്ടിലില്ലാത്തത് കൊണ്ട് രാജേന്ദ്രൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്നും വന്ന മങ്കേഷ് വാതിൽ തുറന്നിട്ടേക്കുന്ന കാരണം അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, ഹാളിൽ വെച്ച് തൻ്റെ അമ്മയും ഏതോ ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്, അത് പൂർണ്ണ നഗ്നരായിട്ട്. 12 വയസ്സുള്ള കുട്ടിക്ക് എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് തൻ്റെ അച്ഛനല്ല എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാവുകയാണ്. ഇത് കണ്ട ആ കുട്ടി തകർന്ന് നിൽക്കുകയാണ്, നിശ്ചലമായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ്. ഉടനെ കുട്ടിയെ കണ്ട രാജേന്ദ്രൻ ഓടി വന്ന് കുഞ്ഞിന്റെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവനെ തന്നോട് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് ഗീതയോട് പറയാണ്, ഇവൻ ഒരിക്കലും ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല, ഇവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിനും ജീവിതം തകരും, ഇവൻ നാട്ടുകാരോട് ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആൾക്കാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറയാണ്. ഗീതയുടെ മനസ്സിലേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ഡഗരു ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും കൊന്നുകളയും, തന്നെ ഒരിക്കലും ഭൂമിക്ക് വേണ്ടി വെച്ചിരിക്കില്ല എന്നുള്ളത് ഗീതയ്ക്കും മനസ്സിലായി. അതുപോലെ തന്നെ നാട്ടുകാർക്ക് മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും, ഇവൻ ഇപ്പൊ പുറത്തു പോയി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മറ്റുള്ളവർ മുമ്പിൽ പോയി നിൽക്കും, മറ്റുള്ളവരെ എങ്ങനെയാണ് അഭിമുഖീകരിക്കും എന്നുള്ള ഭയമൊക്കെ ഈ ഗീതയുടെ ഉള്ളിലേക്കും വരികയാണ്. അപ്പം രാജേന്ദ്രൻ പറയുകയാണ്, ഇതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ കൊല്ലാം,
ഇവൻ ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനും ആപത്താണ്. അതുകൊണ്ട് ഇവൻ ഇനി വേണ്ട, ഇവനെ കൊല്ലാം എന്ന് പറയുകയാണ്. ഒരു കുട്ടിയുടെ അമ്മയാണ്, സ്വന്തം മകനാണ് മുൻപിൽ നിൽക്കുന്നത്, സ്വന്തം മകനെ കൊല്ലാനാണ് രാജേന്ദ്രൻ പറയുന്നത്. എന്നിട്ട് പോലും ഗീത മറുത്തൊന്നും ചിന്തിക്കാതെ സമ്മതം കൊടുക്കുകയാണ്. അത് എൻ്റെ മകനെ കൊന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ രാജേന്ദ്രൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് മൂക്കും വായും തപ്പി പിടിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അതിനുശേഷം അവന് തറയിലേക്ക് ഇട്ടതിന് ശേഷം അകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അരക്കല്ലിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുഞ്ഞിനെ തലക്കിട്ട് അടിക്കുകയാണ്, അതിന്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് അവർ ഭയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അത്രയ്ക്ക് ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് അവർ തീരുമാനം എടുത്തിരുന്നു. അത് ഉറപ്പാക്കാൻ വേണ്ടി മാത്രം അവർ ആ കുഞ്ഞിനെ തല തല്ലിപ്പൊളിക്കുകയാണ്. അതിനുശേഷം ആ കുഞ്ഞിനെ ഒരു ചാക്കിലാക്കി പുറത്തു കൊണ്ടുവച്ചതിന് ശേഷം തറയൊക്കെ വൃത്തിയാക്കിയിട്ട് പതിവ് പോലുള്ള ആ നമ്മൾ നേരത്തെ കണ്ട നാടകങ്ങൾ ഗീത സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ എവിടെയാണെന്ന് അറിയത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഗീത സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ്. ഈ മൂവരും അതിനുശേഷം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ ഇവർക്ക് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ തങ്ങൾ കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുവഴി പിടിക്കപ്പെട്ടാലും വിചാരിച്ച് ഇവർ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നിർത്തലാക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ സമതൻ ഇതിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സമതനെ ഇവർ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, മങ്കേഷിനെ ഇങ്ങനെ കൊല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതെല്ലാം പറയുകയാണ്. അതിൽ സമതന് സഹായം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. സമതൻ ഒരു തരത്തിൽ അത് സമ്മതിക്കുകയല്ല ചെയ്തത്. അപ്പൊ പറയുകയാണ്, ഞങ്ങൾ പിടിക്കപ്പെട്ടാൽ നിന്റെ കാര്യം ഞങ്ങൾ പറയും, നിന്നെ ഞങ്ങൾ ഇതിൽ പെടുത്തും എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് സമതൻ വീട്ടിലേക്ക് വരികയാണ്. ഇവരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോവാണ്. കുഞ്ഞിന്റെ ശരീരം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളായിട്ട് മാറ്റിയതിന് ശേഷം ചാക്കിലാക്കി മരത്തിന്റെ ഉയരത്തിൽ കെട്ടിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഈ ഉൾക്കാടിലേക്ക് വന്ന് എന്തായാലും ഈ ശരീരം ആരും കണ്ടെത്തുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവർക്ക് അധികമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഇവന്റെ ബോഡി കിട്ടില്ല, മങ്കേഷിന്റെ ബോഡി കിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടായിരുന്നു ഈ ഗീത എന്ന് പറയുന്ന സ്ത്രീ, ഇത്രയും നരാധമയായിട്ടുള്ള മാതാവല്ലേ ആ ഒരു അമ്മയെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയ്ക്കും വൃത്തികെട്ട ആ സ്ത്രീ അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഫലിപ്പിക്കാൻ ശ്രമിച്ചത്. അവസാനം രാജേന്ദ്ര പാട്ടിയെയും ഗീതയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ആ കുഞ്ഞിന്റെ തല ഇതുവരെയും കിട്ടിയിട്ടില്ല. അവരെ ചോദ്യം ചെയ്ത് ആ തല എവിടാണെന്നുള്ളത് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇവർ പറഞ്ഞെടുത്തു പോയി നോക്കുന്ന സമയത്ത് മരത്തിൽ കെട്ടിവെച്ച നിലയിൽ ആ തല ഇരിക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞിന്റെ തല എടുത്തിട്ട് വരികയാണ് പോലീസുകാർ. ഈ കേസിന്റെ വിചാരണയിൽ വിധി വന്നത് ഇവരെ മൂന്നുപേരെ തൂക്കുകയറി കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം ഈ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകം പോലെയാണ് കോടതി അന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്. കാരണം ഒന്നും അറിയാത്ത വെറും 12 വയസ്സുള്ള ഒരു കുഞ്ഞ് അന്ന് എന്തുമാത്രം വേദന അനുഭവിച്ചാണ് അവനന്ന്. അവന്റെ ഇത്രയും ക്രൂരമായ ഒരു മരണത്തിന് അവൻ വിധേയനാവാൻ വേണ്ടി അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? കോടതി അതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം ഈ അമ്മയ്ക്കും ഈ അമ്മയുടെ കാമുകന്മാർക്കും വധശിക്ഷ കോടതി വിധിക്കുകയാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ 2 സെക്കൻഡ് കൊണ്ട് നമുക്കൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തന്നിട്ട് പോവുക. നമ്മുടെ വീഡിയോസ് എല്ലാം അത്യാവശ്യം നല്ല റീച്ചിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ബിനോയ് മറ്റൊരു വീഡിയോ കാണും വരേക്കും ബൈ.